വോട്ടെണ്ണൽ കഴിഞ്ഞ് 10 ദിവസമായിട്ടും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനാകാത്ത മഹാരാഷ്ട്രയിലേക്ക് നിരീക്ഷകരെ അയച്ചിരിക്കുകയാണ് ബി.ജെ.പി കേന്ദ്ര നേതൃത്വം. മഹാരാഷ്ട്ര നിയമസഭാ കക്ഷി യോഗത്തിന്റെ കേന്ദ്ര നിരീക്ഷകരായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയെയും ബി.ജെ.പി തിരഞ്ഞെടുത്തു. ഈ യോഗത്തിൽ വെച്ചാണ് എം.എൽ.എമാർ തങ്ങളുടെ നേതാവിനെ തിരഞ്ഞെടുക്കുക. അതിനിടെ ദക്ഷിണ മുംബൈയിലെ ആസാദ് മൈതാനിയിൽ ഡിസംബർ 5 വൈകിട്ട് പുതിയ മഹായുതി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുമെന്നാണ് മഹാരാഷ്ട്ര ബി.ജെ.പി അധ്യക്ഷൻ ചന്ദ്രശേഖർ ബവൻകുലെ പറഞ്ഞത്. ചടങ്ങിന് മുൻപ് ബി.ജെ.പി എം.എൽ.എമാർ യോഗം ചേർന്ന് നേതാവിനെ തിരഞ്ഞെടുക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ഉന്നത നേതാക്കൾ ചടങ്ങിനെത്തും. മുൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമെന്നാണ് വിവരം. 288 സീറ്റുകളുള്ള നിയമസഭയിൽ 132 എം.എൽ.എമാരുമായി ബി.ജെ.പിയാണ് ഇവിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത്. ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയ്ക്ക് 57ഉം അജിത് പവാറിന്റെ എൻ.സി.പിക്ക് 41 എം.എൽ.എമാരാണ് ഉള്ളത്. സീറ്റ് നിലപ്രകാരം ബി.ജെ.പിക്കാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശമെങ്കിലും ശിവസേന അവകാശവാദം ഉന്നയിച്ചതോടെയാണ് തീരുമാനം നീണ്ടുപോയത്. ഏക്നാഥ് ഷിൻഡെയ്ക്ക് കീഴിലാണ് മഹായുതി തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നും അതിനാൽ വിജയം ജനങ്ങൾ ഷിൻഡെയ്ക്ക് നൽകിയ അംഗീകാരമാണെന്നുമാണ് ശിവസേന പറയുന്നത്. എന്നാൽ 2022 പ്രത്യേക സാഹചര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തതുപോലെ ഇത്തവണ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് ബി.ജെ.പി നേതാക്കൾ തറപ്പിച്ചു പറയുന്നുണ്ട്. ബി.ജെ.പിയെ പിന്തുണയ്ക്കുമെന്ന് എൻ.സി.പി അറിയിച്ചിട്ടുണ്ട്. ഇതോടെ അജിത് പവാർ ഉപമുഖ്യമന്ത്രിയായി തിരിച്ചെത്തും. രണ്ടാം ഡെപ്യൂട്ടി ആരായിരിക്കുമെന്നത് കണ്ടുതന്നെ അറിയണം. ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണ്ട എന്ന് ഏക്നാഥ് ഷിൻഡെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മകൻ ശ്രീകാന്ത് ഷിൻഡെ ഉപമുഖ്യമന്ത്രിയാകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്നാൽ ഈ സാധ്യത ശ്രീകാന്ത് ഷിൻഡെ തന്നെ തള്ളിക്കളഞ്ഞിരുന്നു. അതേസമയം സത്യപ്രതിജ്ഞ വൈകുന്നതിൽ മഹാവികാസ് അഘാഡി വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഫലം വന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഒരു തീരുമാനമെടുക്കാൻ മഹായുതിക്ക് കഴിയാത്തത് മഹാരാഷ്ട്രയ്ക്ക് അപമാനമാണെന്നാണ് ശിവസേന നേതാവ് ആദിത്യ താക്കറെ കുറ്റപ്പെടുത്തിയത്. സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം പോലും ഉന്നയിക്കാതെ സത്യപ്രതിജ്ഞാ തീയതി പ്രഖ്യാപിച്ചത് ശുദ്ധ അരാജകത്വമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതേസമയം മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസിന്റെ പേര് പ്രഖ്യാപിച്ചെന്നും ബി.ജെ.പിയുടെ നിയമസഭാ കക്ഷിയുടെ പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഡിസംബർ 2-നോ 3-നോ നടത്തുമെന്നും മുതിർന്ന ബി.ജെ.പി നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പാർട്ടി അണികളിലും സഖ്യകക്ഷികളിലും ഊഹാപോഹങ്ങൾക്കും ചർച്ചകൾക്കും ഇടയിലാണ് ഇത്തരം ഒരു റിപ്പോർട്ട് പുറത്തുവന്നത്. അതേസമയം തന്റെ മകൻ ശ്രീകാന്ത് ഷിൻഡെയ്ക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചേക്കുമെന്നും പാർട്ടിക്ക് ആഭ്യന്തര വകുപ്പിൽ താൽപര്യമുണ്ടെന്നും ഏക്നാഥ് ഷിൻഡെ പറഞ്ഞിരുന്നു. അടുത്തിടെ നടന്ന മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 288-ൽ 230 സീറ്റുകളുടെ ഭൂരിപക്ഷം ഉറപ്പിച്ച് എൻ.ഡി.എ സഖ്യത്തിന്റെ ഭാഗമായി ബി.ജെ.പി ശ്രദ്ധേയമായ വിജയമാണ് നേടിയത്. ബി.ജെ.പിക്ക് 132 സീറ്റുകളും ശിവസേനയ്ക്ക് 57 സീറ്റുകളും അജിത് പവാർ നയിക്കുന്ന എൻ.സി.പിക്ക് 41 സീറ്റുകളുമാണ് ലഭിച്ചത്.